ഇന്ന് എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിമീങ്ങളെ വളഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെന്താണ് പ്രശ്നം? നിങ്ങൾക്കെന്താണ് നൃത്തം ചെയ്താൽ? നിങ്ങൾക്കെന്താണ് സംഗീതം ആസ്വദിച്ചാൽ? നിങ്ങൾക്ക് എന്തുകൊണ്ടത് പാടില്ല? എന്തുകൊണ്ടത് പറ്റില്ല? നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? മുസ്ലിമീങ്ങൾ ചെയ്യുന്നതിന്റെയൊക്കെ, മുസ്ലിമീങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഏതെങ്കിലും മീഡിയ ആഫീസുകളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിലാകണമോ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? മുസ്ലിം എന്തു ചെയ്യണം, എന്തു ചെയ്യണ്ട എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർക്കുലറുകളുടെ അടിസ്ഥാനത്തിലാകണം മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. മുസ്ലിമീങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഏതെങ്കിലും സർക്കുലറുകളുടെ അടിസ്ഥാനത്തിലല്ല. മുസ്ലിമീങ്ങൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് അവര് പാസാക്കിയ നിയമങ്ങളല്ല. മതമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹിക്മത്ത്, അതിന്റെ ലക്ഷ്യം അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മുസ്ലിമീങ്ങൾ 5 നേരം നമസ്കരിക്കുന്നു. എന്താണ് അതിൽ മറ്റുള്ളവര് കാണുന്ന ലക്ഷ്യം? മുസ്ലിമീങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം അത് പാവങ്ങൾക്ക് മാറ്റിവെക്കുന്നു. സക്കാത്ത്. മരണത്തിന് ശേഷം ജീവിതമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പൊട്ടപ്രവർത്തനം, അവന്റെ പണം പോയി എന്നല്ലാതെ എന്ത് ഹിക്മത്താണ് സക്കാത്തിനുള്ളത്? മുസ്ലിമീങ്ങൾ മദ്യപിക്കുന്നില്ല. ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാര് കൂടിയാലോചിച്ച്, മുസ്ലിം പണ്ഡിതന്മാര് കൂടിയാലോചിച്ച് ഇത് ആൽക്കഹോൾ ശരീരത്തിന് പിന്നെ അപകടമുണ്ടാക്കും, അതുകൊണ്ട് മദ്യം വേണ്ട, മദ്യം ഹറാമാണ് എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാരിറക്കിയ സർക്കുലർ കൊണ്ടല്ല മുസ്ലിമീങ്ങൾ മദ്യപിക്കാത്തത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ പലിശ അവർ സ്വീകരിക്കുന്നില്ല. ഇസ്ലാമിലെ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാം ഒരുമിച്ചുകൂടി ഇതാ പലിശ എന്നുള്ളത് നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കും, അതുകൊണ്ട് പലിശ വേണ്ട എന്ന് അങ്ങനെ ഏതെങ്കിലും ആളുകൾ തീരുമാനിച്ചതല്ല. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. മുസ്ലിം എന്തു ചെയ്യണം, മുസ്ലിം എന്തു ചെയ്യണ്ട, അത് അവന്റെ ദീനാണ്, അത് വഹിയാണ്. അത് വഹിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്.